ഇസ്രായേലിലെ ഒരു വിഭാഗം ആളുകൾ ഇസ്രായേൽ രാജ്യത്തെ മുഴുവനായി കുറ്റപ്പെടുത്താനോ ജൂത സമൂഹത്തെ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയാനോ നമ്മൾ തയ്യാറല്ല. അത് ആദ്യത്തെ നയമാണ് നമ്മുടെ. ജൂതന്മാരെല്ലാവരും സിയോണിസ്റ്റുകളല്ല. അപ്പം ഞാനിനി നാളെ അപ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് വാർത്തയാക്കണ്ട, സാറ് ജൂതന്മാരെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ എൻ്റെ മേൽ ക്ലിപ്പ് ഇറക്കാൻ നിൽക്കണ്ട. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജൂത സമൂഹത്തിലെ മുഴുവൻ പേരും സയനിസ്റ്റുകളല്ല. അല്ല, അവിടെ ഒരു ആൻറ്റി സയനിസ്റ്റ് വികാരമുണ്ട്. ഞാൻ നേർ കണ്ട കാര്യം നിങ്ങളോട് ഞാൻ പറയാം. 2018 ഞാൻ US സന്ദർശിക്കുകയുണ്ടായി. അമേരിക്കയിൽ പോകാൻ അവസരമുണ്ടായി. അവിടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയത്. അവരുടെ അതിഥി എന്ന നിലക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പോയപ്പോൾ നമുക്ക് വൈറ്റ് ഹൗസ് സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവർ ആ പദ്ധതിയിലുണ്ടായിരുന്നു വൈറ്റ് ഹൗസ് പോകണം എന്നുള്ളത്. അന്ന് വൈറ്റ് ഹൗസിന് മുമ്പിൽ ഞങ്ങൾക്ക് വൈറ്റ് ഹൗസിൽ പോകാൻ പറ്റിയില്ല. കാരണം വൈറ്റ് ഹൗസിന് മുമ്പിൽ ഒരു സമരം നടക്കുകയാണ്. മുമ്പിൽ എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയാണ് കേട്ടോ. വൈറ്റ് ഹൗസിന് മുമ്പിൽ അവിടെ നമ്മളിവിടെ നമ്മുടെ അടുത്ത് പോയി നമ്മളെ നിയമസഭാ മന്ദിരത്തിനടുത്ത് ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാനൊക്കില്ല. കുറേ ദൂരെയാണ് അത് ചെയ്യുന്നത്. എന്നാൽ കാണാം, നമുക്ക് വൈറ്റ് ഹൗസ് കാണാം. അവിടെ ഒരു സമരം നടക്കുകയാണ്. എന്താണ് ആ സമരം? ഞങ്ങൾ അവിടെ പോയ സമയത്താണ് അവിടെ ഡൊണാൾഡ് ട്രംപാണ് ഭരിക്കുന്നത്. ട്രംപ് ജെറൂസലേമിനെ, ഇതാദ്യമായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ജെറൂസലേമിനെ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക തലസ്ഥാനമായി അംഗീകരിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ സാറായിൽ ഇത്ര വിശേഷം? ഈ ബില്ല് ദീർഘകാലമായി അമേരിക്കയിലുള്ളതാണ്. പക്ഷെ എല്ലാ പ്രസിഡന്റുമാരും എന്താണ് അറബ് രാജ്യങ്ങളോടുള്ള അറബ് രാജ്യങ്ങളെ പിണക്കേണ്ടെന്ന് കരുതിയും ലോകത്തിൻ്റെ ശത്രുത പൂർണ്ണമായും വാങ്ങി വെക്കേണ്ടെന്ന് കരുതിയും ജെറൂസലേം എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിശുദ്ധ ഗേഹം അവിടെയാണുള്ളത് എന്നതുകൊണ്ട് അതിൻ്റെ തലസ്ഥാനമായി ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിക്കുന്ന ബില്ലിൽ ഒപ്പുവെക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാം, ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക, അവ്യവസ്ഥതയുടെ ആൾരൂപമാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹം ഭ്രാന്തമായ തീരുമാനങ്ങൾ ആ കാലത്ത് എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം സമ്പൂർണ്ണമായി ഏത് പ്രസിഡന്റിനേക്കാളും കൂടുതൽ ഇസ്രായേലിൻ്റെ അനുകൂല സമീപനമാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അയാൾ അതിൽ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിനെതിരെ വൈറ്റ് ഹൗസിന് മുമ്പിൽ സമരം നടക്കുകയാണ്. ആ സമരം നടത്തുന്നതിന് നേതൃത്വം കൊടുത്തത് ഒരു ജൂത റാബി ആയിരുന്നു. അദ്ദേഹത്തെ റാബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പുരോഹിതൻ അല്ലേ, സ്പിരിച്വൽ ലീഡർ, ആത്മീയ നേതാവായിരുന്നു. അതിൽ പങ്കെടുത്ത മിക്കവാറും ആളുകൾ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവരായിരുന്നു. അതുകൊണ്ട് ജൂതന്മാർ മുഴുവൻ, ജൂയിഷ് കമ്മ്യൂണിറ്റി മുഴുവൻ കുഴപ്പക്കാരാണെന്നും മുസ്ലിം വിരുദ്ധരാണെന്നും ഫലസ്തീൻ വിരുദ്ധരാണെന്നും നമുക്ക് പറയാനൊക്കില്ല മുഴുവൻ. എന്നാൽ ഇസ്രായേലിൽ മഹാഭൂരിപക്ഷം, വലിയൊരു വിഭാഗം ആളുകളും ഗസ്സയിലേക്കുള്ള ആക്രമണങ്ങൾ ഒരു കുന്നിനു മുകളിൽ കയറിയിരുന്നത്, ആ ചിത്രം പറയുന്നുണ്ട്, കുന്നിനു മുകളിൽ ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് അവിടെ ചിക്കൻ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി മദ്യപിച്ച് ഇതിങ്ങനെ കണ്ടുകൊണ്ട് ആർത്തട്ടഹസിക്കുന്ന പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, തൊട്ട മുമ്പത്തെ വർഷം. എന്ന് പറഞ്ഞാൽ അവരെ ആഘോഷിക്കുകയാണ്. ആരുടെ? ഗസ്സയിലെ മരണം, ഗസ്സയിലെ കുഞ്ഞുങ്ങളുടെ മരണം. യഥാർത്ഥത്തിൽ നമ്മുടെ പത്രങ്ങൾ, നമ്മുടെ ചാനലുകൾ ഈ ദൃശ്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മനശ്ചാഞ്ചല്യവുമില്ലാതെ അങ്ങേയറ്റത്തെ ആഘോഷ മനസ്സോടെ ഇത് കാണുന്നവരുണ്ട്. എവിടെ? ഇസ്രായേലിൽ ഉണ്ടെന്നല്ല, നല്ലൊരു ശതമാനമുണ്ട്. ആ കൂട്ടരാണ് ഇസ്രായേലിൻ്റെ ഭരണം കൈയാളുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളുടെ ചിത്രം കാണിച്ചാലും, നിങ്ങളുടെ എത്ര കുഞ്ഞുങ്ങളെ കുറിച്ച് എഴുതിയാലും ഒരു മനസ്താപവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സയനിസത്തിൻ്റെ ഏറ്റവും കടുത്ത രൂപമായ രാഷ്ട്രീയ സയനിസമാണ് ഇസ്രായേലിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് യാതൊരു കാരുണ്യവും യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കാൻ ആകുന്നതല്ല. നമ്മൾ വിചാരിക്കും ഇസ്രായേൽ ഇതൊക്കെ കണ്ടങ്ങ് പിൻവാങ്ങുമോ? ഇല്ല. കാരണം രാഷ്ട്രീയ സയനിസത്തിൻ്റെ സ്വഭാവം അതാണ്. അത് റിലീജിയസ് സയനിസം പോലെയും അല്ല, കൾച്ചറൽ സയനിസം വേറെയുണ്ട്. അതിനേക്കാളൊക്കെ അപകടകരമായ, യഥാർത്ഥത്തിൽ ഇവരെ, ഈ ജൂത കമ്മ്യൂണിറ്റിയെ ആട്ടിയോടിച്ചു എന്ന് നമ്മൾ പറയുന്ന നാസിസത്തിൻ്റെ അതേ സ്വഭാവ വിശേഷങ്ങളാണ് എന്തിനുള്ളത്? രാഷ്ട്രീയ സയനിസത്തിനുള്ളത്. അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നോ, ഹമാസ് അങ്ങോട്ട് അയച്ചിട്ടുള്ള മിസൈലുകൾ, റോക്കറ്റുകൾ അവിടെ നാശനഷ്ടം ഉണ്ടാക്കി എന്നതുകൊണ്ടോ ഒരു തരത്തിലുള്ള എന്താ പറയുക മനസ്സലിവിനും ഈ രാഷ്ട്രം തയ്യാറാകില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഇസ്രായേൽ രാഷ്ട്രത്തെ
മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തെ സമീപിക്കാനാവുകയുള്ളൂ. ഇസ്രായേൽ ഒരു ഒക്യുപ്പയർ രാജ്യമാണ്. ഒരു രാജ്യമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇസ്രായേലിനെ ഒരു ഒക്യുപ്പയർ രാജ്യമെന്ന് പറയണം. ഫലസ്തീനെ ഒരു രാഷ്ട്രമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, മറിച്ചൊരു ജനത എന്ന് പറയാം. അത് ഒരു ഒക്യുപ്പൈഡ് ജനതയാണ്. വളരെ ശ്രദ്ധിക്കുക. സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയുള്ള ഒരു ഒക്യുപ്പയർ, അധിനിവേശ രാജ്യമാണ് ഇസ്രായേൽ. സാമ്രാജ്യത്വ പിന്തുണയുള്ള ഒരു അപ്പാർത്തൈഡ് രാജ്യമാണ് ഇസ്രായേൽ. വംശവെറിയുടെ രാജ്യമാണ് ഇസ്രായേൽ. സാമ്രാജ്യത്വ പിന്തുണയുള്ള ഒരു സൈനികാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ. പാശ്ചാത്യരുടെ പശ്ചിമേഷ്യയിലെ ബിനാമി രാഷ്ട്രമാണ് ഇസ്രായേൽ. പാശ്ചാത്യരുടെ പിന്തുണയോടെ ഉള്ള ഒരു അക്രമി രാഷ്ട്രമാണ് ഇസ്രായേൽ. ഫലസ്തീനോ? ഫലസ്തീൻ നേരെ ഇപ്പുറത്താണ്. അതെന്താണ്? അതൊരു അധിനിവേഷ്ട ജനതയാണ്. അതൊരു ഇരയാക്കപ്പെട്ട ജനതയാണ്. അതൊരു വളയപ്പെട്ട ജനതയാണ്. UN അടക്കമുള്ള അന്താരാഷ്ട്ര സമിതികളുടെ ഒന്നിൻ്റെയും യഥാർത്ഥ പിന്തുണ കിട്ടാത്ത, നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദിനംപ്രതി സമരം ചെയ്യേണ്ടി വരുന്ന വളയപ്പെട്ട ജനതയാണ് എവിടെയുള്ളത്? ഫലസ്തീനുള്ളത്. അത് ഗസയിലാവട്ടെ, വെസ്റ്റ് ബാങ്കിലാവട്ടെ, മറ്റേത് മേഖലകളിലാവട്ടെ. മാത്രവുമല്ല, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ അതിർത്തി ഇന്നും നിർണയിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആ മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം അല്ലേ? ആദ്യം നിങ്ങൾ കാണുന്ന മാപ്പിൽ എന്താ കാണുക? വലിയൊരു ഫലസ്തീനെ കാണുക. അത് ചുരുങ്ങി 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 ഒരു പൊട്ട് മാത്രമായി ഭൂപടത്തിൽ ചുരുങ്ങി പോകുന്ന നിലയിൽ ഫലസ്തീൻ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഇസ്രായേൽ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നും നമുക്കിപ്പോൾ ഇന്ത്യക്ക് അതിർത്തിയുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിർത്തിയുണ്ട്. ആ അതിർത്തിയിലേക്ക് ചൈന കടന്നു കയറുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. എന്നാൽ ഇസ്രായേലിന് ഇപ്പോഴും അതിർത്തിയേ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? അവിടെ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ വിഷയം എന്താണ്? അപ്പം ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നില്ലേ? ഇസ്രായേൽ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? രാഷ്ട്രീയ സയനിസത്തിൻ്റെ കയ്യിലുള്ള ഇസ്രായേൽ ജനതയല്ല, ഇസ്രായേലിൻ്റെ രാഷ്ട്ര സംവിധാനത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അതൊരു ഒക്യുപ്പയർ രാജ്യമാണ്, അതൊരു അധിനിവേശ രാജ്യമാണ്, അക്രമി രാജ്യമാണ്, സൈനികാധിപത്യ രാജ്യമാണ്. അത് സാമ്രാജ്യത്വ ശക്തികളുടെ തണലിൽ വളരുന്ന ഒരു രാജ്യമാണ്.